Hello my dear souls, welcome back to my YouTube channel Mitra Tarot. So, ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാം. ഒരുപാട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ടാറോ റീഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും തന്നെ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിലൂടെയാണ് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പലർക്കും മെസ്സേജ് കിട്ടുന്നില്ല, ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ബെൽ ഐക്കണും കൂടെ നോട്ടിഫിക്കേഷൻ്റെ എനേബിൾ ചെയ്താണ് കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എനിക്കിപ്പോൾ ഡെയിലി റീഡിങ്സ് ആയാലും സ്പെല്ലായാലും ക്ലെൻസിങ് ഒക്കെ ഉണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ഞാൻ കണ്ടെത്തിയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഇന്ന ദിവസം ഇന്ന ടൈം വരാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ടൈമിൻ്റെ കാര്യത്തിൽ പലരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, മാം നെക്സ്റ്റ് ലൈവ് റീഡിങ് വരുമോന്നും. എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് മെയിനായിട്ട് ചോദിക്കുന്നതെന്നും എനിക്കറിയാം. മാക്സിമം ഞാൻ നോക്കാം കേട്ടോ ലൈവ് റീഡിങ് വരാൻ വേണ്ടിയിട്ട്. വീക്കിലി വൺസ് എങ്കിലും വരാൻ വേണ്ടി നോക്കാം. നമ്മൾ എന്നും കുറച്ചൊരു 2 വീക്സൊക്കെ മുന്നേ ഡെയിലി നമ്മൾ ലൈവ് റീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടായെന്ന് എനിക്കറിയുകയും ചെയ്യാം. സോ മാക്സിമം ഞാൻ നോക്കാം. എന്തായാലും നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അതേപോലെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പലരും ഹാഫ് വരെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു പ്രയോജനം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമോ. ഇപ്പോൾ നമ്മൾ ചില വീഡിയോസിൽ എടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾ 3 ടൈംസ് കാണും, റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ 5 ടൈംസ് കാണും എന്ന് പറയാറുണ്ട്. അത് കാണുന്ന വ്യക്തികൾക്ക് അതേപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ കമൻറ്റ് സെക്ഷൻ പരിശോധിച്ചാൽ മതി. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അവരുടെ പേജിൽ നിന്ന് കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളുടെ മൈൻഡും കാര്യങ്ങളും അത്രയും ക്ലെൻസായിട്ട് അല്ലെങ്കിൽ ബ്ലോക്കേജ് ഇല്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തല്ലേ നിങ്ങളുടെ എനർജിക്കകത്ത് നല്ല രീതിയിൽ ബ്ലോക്കേജസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു Q&A സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെല്ലിനെ കുറിച്ചോ റീഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു Q&A സെഷൻ പോലെ ചെയ്യാവുന്നൊരു താല്പര്യം എനിക്കുണ്ട്. സോ നിങ്ങൾക്കത് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു Q&A സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം പലർക്കും ടാറോ റീഡിങ്ങിൻ്റെ കുറിച്ച് ടാറോ റീഡിങ് എന്താണെന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. പലരും എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മാം ടാറോ റീഡിങ് എന്താണ്, എന്താണ് ടാറോ റീഡിങ് അല്ലെങ്കിൽ എന്താണ് സ്പെല്ല്, കോഡ് കട്ടിങ് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർക്കൊക്കെ അറിയാം, പക്ഷേ ചില വ്യക്തിക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല. ചിലർക്ക് ഇതൊരു ഫേക്കാണ്, അതൊക്കെ ജെന്യൂനായിട്ടൊരു കാര്യമല്ല അല്ലെങ്കിൽ തിക്കായിട്ടൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. സോ നമ്മളിവിടെ ഒരു കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചെയ്യുന്നില്ല, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അല്ലാതെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവാകുന്ന സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളും കാണും. സോ നിങ്ങൾക്ക് ഈ ഒരു Q&A സെഷൻ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ടാറോ റീഡിംഗ് എന്നും അല്ലെങ്കിൽ സ്പെല്ലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എപ്പോഴും ക്ലെൻസ് ചെയ്ത് എങ്ങനെ ഇരിക്കാം, നിങ്ങൾക്കൊരു ഷീൽഡ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കാം, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു Q&A സെഷൻ പോലെ നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിരിക്കും ഇടുന്നത്. അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യൂ. ഞാനൊരു Q&A സെഷൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു പോസ്റ്റും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഇന്നത്തെ ഒരു ഡേ എനർജിയിൽ കാർഡ്സ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് തരാൻ വേണ്ടി നോക്കുന്നത് എന്നൊരു കാര്യം നോക്കാം. സോ ഇന്നത്തെ റീഡിങ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇവിടെ ലവ് എനർജി ബേസ്ഡ് റീഡിങ് തന്നെയാണ്. പക്ഷേ വൺ സൈഡ് ലവേഴ്സ് എന്ന രീതിയിലാണ്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മാം എനിക്ക് ക്രഷ് ഉണ്ട്, എൻ്റെ ക്രഷിന് എന്നോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിക്കുമോ, എൻ്റെ ക്രഷിനോട് എനിക്ക് ആളോട് പ്രണയമാണുള്ളതെന്നൊരു കാര്യം തുറന്നു പറയാൻ സാധിക്കുമോ. അതേപോലെ വൺ സൈഡ് ലവ് പ്രണയമായി നടക്കുന്നവരുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങളത് ഷെയർ ചെയ്യാതെ വൺ സൈഡായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് റീഡിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ നിമിഷം അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ട് ഹീലാവുന്ന പോലെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. ഈ ഒരു വ്യക്തിയിൽ എന്തോ
ഒരു മാജിക് ഉണ്ട്. അതായത് ഇവരുടെ കയ്യിൽ എന്തോ ഒരു എന്തോ പവറുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നും. കാരണം മറ്റ് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, അതിപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇവരാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, ഇവരാരൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും, ഇവരായിട്ടൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വരുമ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എക്സ്ട്രീമായിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട് എന്നൊരു എനർജിയാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് കുറച്ചൊക്കെ അറിയാം നിങ്ങൾ അവരൊരു ഫ്രണ്ടായിട്ടല്ല കാണുന്നതെന്നും നിങ്ങൾക്ക് അവരോട് ഒരു ആഴത്തിലുള്ളൊരു കണക്ഷനുള്ളതായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ മാക്സിമം അറിയിക്കാതെ കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് അവരോടൊരു പ്രണയമുള്ളൊരു കാര്യം നിങ്ങൾ അവരോട് പറയുന്നില്ല. ഒന്നാമത്തെ കാരണം, ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇപ്പം പ്രണയിക്കാൻ തയ്യാറല്ല. അത് നിങ്ങളെ എന്നല്ല, ഒരു വ്യക്തിയും പ്രണയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങളുടെ ഒരു വ്യക്തി മറ്റാരോടെങ്കിലും പ്രണയത്തിലാണോ, അതേ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വല്ലതും ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാൻ പറ്റത്തില്ല, എന്നോടും ഇത് കണക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ അടുപ്പം കായി നിൽക്കുന്ന കണക്ക് തന്നെ മറ്റാരോടിലും നിങ്ങളുടെ പേഴ്സൺ അടുപ്പമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ഒന്നും തന്നെ കാണുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാർഡ്സിൽ ഇൻഡിക്കേറ്റും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ് മറ്റൊരു വ്യക്തിയോടുള്ള, പക്ഷേ നിങ്ങൾക്ക് അവരോട് തോന്നിയിരിക്കുന്ന ഒരു പ്രണയം, ആ ഒരു പ്രണയത്തിൻ്റെ പേരിലാണ് അതേ കണ്ണുകളോട് ആ ഒരു പ്രണയത്തിൻ്റെ അത്രയും ആഴത്തിലാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രയും ആഴത്തിൽ അടുക്കാൻ വേണ്ടി ഭയക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളോട് ഭയമോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവർക്ക് അങ്ങനത്തെ ഒരു പാസ്റ്റായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് മുൻകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്നിട്ട് പോയ വ്യക്തികൾ, അവർ പ്രണയിച്ചിട്ടുള്ള വ്യക്തികൾ അത്രയും വേദനയും കാര്യങ്ങളുമാണോ നിങ്ങളുടെ പേഴ്സണ് നൽകിയിട്ടുള്ളതായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. ആ ഒരു പ്രണയത്തിലുണ്ടായിരിക്കുന്നതിൻ്റെ വേദനയും ആ ഒരു വിഷമമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് പ്രണയത്തിലാവാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തത്. അതേപോലെ ഈ ഒരു സമയത്ത് അവർ കുറേ ഒരു ഫിനാൻഷ്യലായിട്ട് ഇഷ്യൂസ് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുക. അത് ഫിനാൻഷ്യലി ആയാലും അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാനൊക്കെ തന്നെ നിങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങളായിട്ടൊരു ലെസ് കോണ്ടാക്റ്റ് എന്ന രീതിയിലാണ് ആ പേഴ്സൺ പോകുന്നത്. അതായത് ഒരു ഗോസ്റ്റിംഗ് ആണ് പലപ്പോഴും. അത് എല്ലാവരുടെയും കാര്യത്തിലില്ല, ചില ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോസ്റ്റിംഗ് ആയിട്ടാണ് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നിങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് കാണും, ഡീപ്പായിട്ട് മെസ്സേജ് അയക്കും, പിന്നീട് അവർ ഗോസ്റ്റ് മോഡിലേക്ക് പോകും. അവരെങ്ങോട്ട് പോയി എവിടെ പോയെന്ന് പോലും നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ അവർ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി മാത്രമേ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ അവർ അൺഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അവർ കോൾ ചെയ്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. പെട്ടെന്ന് ദിവസം അവർ വീണ്ടും കടന്നു വരുന്നു. ഇത് ചിലരുടെ കാര്യത്തിൽ ഈ ഒരു ഗോസ്റ്റിംഗ് കാണുന്നുണ്ട്. അതേപോലെ മറ്റു ചിലരുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡബിൾ എനർജി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് ചില സമയത്ത് ഭയങ്കര ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്ന പോലെ അവർ പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തരുന്നതായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പോലും തോന്നാറുണ്ട് ഇനി അവരെന്നെ പ്രണയിക്കുമാണോ, അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു പ്രണയത്തിലൊരു വ്യക്തി എങ്ങനെയാണോ നിങ്ങളോട് നിൽക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എല്ലാം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഈ വ്യക്തി എന്നോട് പ്രണയത്തിലാണെന്ന് നിങ്ങൾ തന്നെ സംശയിച്ച് പോയിട്ടുണ്ടോ. സോ ഇവിടെ അവർക്ക് ഒരു പ്രണയം ഇതുവരെ വന്നില്ല, പക്ഷേ മറ്റാർക്കും കൊടുക്കാത്തൊരു സ്ഥാനം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കരുതിയിട്ടുണ്ട് എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ട് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരുമിക്കുകയും ചോദിച്ചാൽ പോസിബിലിറ്റീസ് ചിലരുടെ കാര്യത്തിൽ മേ ബി ചാൻസ് മാത്രമാണ്. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ഇവിടെ ചാൻസ് കൂടുതലായിട്ടൊരു മാരേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഡിവൈൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നിങ്ങൾ ഒരു മിക്കവാറും ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നപ്പോൾ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ജെൻഡർ ബേസിൽ നമ്മൾ റീഡിങ് ചെയ്യാറില്ല, എങ്കിലും ഇവിടെ ഒരു കാസ്റ്റായിട്ട് ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്.
കാരണം ഒരു ടെമ്പിൾ വെച്ച് പലരുടെയും മാരേജ് നടക്കാൻ വേണ്ടി പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു അമ്പലത്തിൽ വെച്ചായിരിക്കണം നിങ്ങളുടെ വിവാഹം, ഇന്ന അമ്പലം അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രം എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കാർഡ്സിൽ നിന്നൊരു കാര്യം വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു റിലീജിയൻ ബേസ്ഡ് റീഡിംഗ് ആയിട്ട് ഇത് മാറിയത് കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമാണ് വന്നിരിക്കുന്നത്. ചിലരുടെ കാര്യത്തിൽ മേ ബി ചാൻസ് ആണ്. ഈ മേ ബി ചാൻസ് വരാൻ കാരണമായിരിക്കുന്നത് നിങ്ങളുടെ ഈ ഗോസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഗോസ്റ്റിംഗ് നടക്കുന്നിട്ടുള്ള ആൾക്കാരിലാണ് ഈ മേ ബി ചാൻസ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിപ്പം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നീട് ഒരു ഗോസ്റ്റ് മോഡിലേക്ക് പോകുന്നു. നിങ്ങൾ തമ്മിൽ ഡീപ്പായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് സംഭവിക്കുമോ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം സംഭവിച്ചിട്ട് കാര്യമില്ല. ഒരു ഡീപ്പായിട്ട് കുറച്ച് നാളെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പായിട്ട് കോൺവെർസേഷനും ഡീപ്പായിട്ടുള്ള ഇമോഷൻ ബോണ്ടും നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു വ്യക്തി കൊണ്ടുപോകാം എന്നൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വാർണിംഗ് കാർഡായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പ്രണയം എന്ന രീതിയിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി നിൽക്കാതിരിക്കുക. കാരണം ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുടെയും കേസില്ല, ഒരു 5% മാത്രമാണ് കേട്ടോ ആൾക്കാരുടെ ഈ റീഡിങ് കാണുന്ന 5% ഓഫ് ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമാണ്. കാരണം നിങ്ങളുടെ പേഴ്സണ് അവർ മറ്റെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫീൽ ചെയ്തൊരു കാര്യം മാത്രമാണ് പറയുന്നത്, ഫീൽ ചെയ്യാത്തൊരു ഇത് ഇൻക്ലൂഡ് ചെയ്യരുത് കേട്ടോ. ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിൽ നിന്ന് മറ്റെന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ മറ്റൊരു കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നേടിയ ശേഷം നിങ്ങളുടെ പേഴ്സൺ വാനിഷ് ആവാനുള്ള എനർജിയും കാണുന്നുണ്ട്. എന്നേക്കുമായിട്ടൊരു വാനിഷ് എനർജിയിലേക്ക് പോകാനുള്ളൊരു ഇൻറ്റൻസിറ്റി ഇവിടെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ശ്രദ്ധയോടെ നിൽക്കുക. കാരണം എല്ലാം നേടിയ ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദന ഒരു മുറിവായിട്ട് മാറും. പിന്നീട് അതിൽ നിന്ന് പുറത്തു വരാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകും. നിങ്ങളിൽ ഉണ്ടായിരുന്നൊരു പവർ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലായിരിക്കും. നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുമിക്കും, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം ഞാൻ നിന്ന് അവരിലൊരു മാറ്റം വരും എന്നൊരു വിശ്വാസത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജി വരണം എന്നൊരു കാര്യത്തിൽ യാതൊരു ഇവിടെ എനർജീസിൽ അത്ര ഡീപ്പായിട്ട് കാണുന്നില്ല. മേ ബി ചാൻസ് മാത്രമാണ് ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കൊരു ചതി പറ്റാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. സോ ഇത്രയാണ് നമ്മുടെ റീഡിങ്ങിനകത്തുള്ള. സോ റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ റീഡിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. സോ റീഡിങ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.